നമ്മൾ വന്നത് വെറുതെ ആവോ മാഡം? ഇല്ല, ഇന്ന് ഈ ന്യൂസ് നമ്മുടെ ബ്രേക്കിംഗ് ആയിരിക്കും. കണ്ടോ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ സർ, അറസ്റ്റ് ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? സർ പ്ലീസ് സർ. മാഡം, ഞങ്ങൾക്കിനി കാത്തിരിക്കാൻ പറ്റില്ല. നിങ്ങൾ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തോളൂ. പ്ലീസ്, ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കൂ. ചേച്ചി, ഇതെന്റെ തെറ്റാ. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിച്ചേ പറ്റും. ഞാൻ പോവാ ചേച്ചി. എല്ലാരും എന്നോട് ക്ഷമിക്കണം. പോവാ സർ. മോളെ പിടിച്ചോണ്ട് വാ. ഓക്കെ സർ. ഇങ്ങോട്ട് അയ്യോ സാർ, ദേ, അവര് വരുന്നുണ്ട്. എല്ലാം റെക്കോർഡ് ചെയ്തോളണം. ഓക്കെ, ഫാസ്റ്റ്. സർ 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 പ്ലീസ്. സർ, മാർട്ടിൻ കൊലപാതകത്തെ കുറിച്ച് പൂർണ്ണ വിവരം ലഭിച്ചായിരുന്നോ സർ? കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറച്ച് എവിഡൻസ് ബാക്കി കിട്ടാനുണ്ട്. കൊലയാളിയെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയൊക്കെയാണെന്ന് തെളിയിക്കാൻ കൂടുതൽ അന്വേഷണം വേണ്ടി വരും. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം. പിടിച്ച് വണ്ടി കയറ്റ്. സർ സർ സർ. സർ, സർ ഒരു മിനിറ്റ് സർ, പോവല്ലേ. സാറിനെ ഞങ്ങൾ ശരിക്കും ഒന്ന് കാണട്ടെ. ഓ സാറിന് സമ്മതിക്കണം. എത്ര പെട്ടെന്നാ ഒരു കൊലക്കേസ് തെളിയിച്ചത്. പോലീസ് ഡിപ്പാർട്ട്മെന്റില് മുഴുവൻ സാറിനെ കുറിച്ചാ സംസാരം എന്നാ കേട്ടത്. എന്നെ കുറിച്ചോ? അതിന് ചാൻസ് കുറവാണല്ലോ. ചുമ്മാ പറയല്ല സാറേ, ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റില് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവര് പറയുന്നത് കേട്ടിട്ടാ ഞാൻ പറയുന്നത്. സാറിനെ കുറിച്ച് സംസാരിക്കുമ്പോ അവർക്കൊക്കെ 100 നാവാ. എന്തൊരു കാര്യം. സാറ് പല്ലവിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജിത്തു പറയുന്നതേ പല്ലവി അല്ല കൊന്നതെന്ന്.